രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഒരു ദിവസം നടക്കുന്നത് കണ്ട് ഞാൻ രാവിലെ അത്ഭുതപ്പെട്ടു. ഞാൻ രാവിലെ വാതിൽ തുറന്നപ്പോൾ രാധാകൃഷ്ണൻ മിനിസ്റ്റർ നടക്കുന്നു. ഞാൻ നടത്താൻ തുടങ്ങിയോ? അപ്പോൾ പറഞ്ഞു അല്ല, മൊബൈലിന് റേഞ്ച് കിട്ടാത്തതുകൊണ്ട്. വേറൊരു സംഭവം ഉണ്ട്, അറിയോ? വേറൊരു സംഭവം ഉണ്ടല്ലോ, ശബരിമലയ്ക്ക് 2 പ്രാവശ്യം നടന്നു പോയി. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഹോട്ടലിൽ താമസിക്കുന്നവിടെ 8 നിലയിൽ 2 പ്രാവശ്യം കയറി ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മളൊരു അത് ശബരിമല പോകുന്നതിന് മുമ്പാണോ അല്ല ശേഷം? ഇന്ന് അത് കഴിഞ്ഞ് അത് തമിഴ്നാട് ഒരു രഹസ്യം. ശബരിമല പോയിട്ട് വന്നതിന് ശേഷം അതിൻ്റെ സാധാരണ ഈ നമ്മുടെ ശ്രീനിവാസന്റെ ഒരു സിനിമയുണ്ടല്ലോ, ചിന്താവിഷ്ടയ ശ്യാമള. ശബരിമല പോയി വന്നതിന് ശേഷം ഹാങ് ഓവർ മാറാത്തൊരു കക്ഷി. അതായത് ശബരിമല പോയിട്ട് തിരിച്ചു വന്നിട്ട് പടി കയറി ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ. അതൊരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാ. ഞാൻ നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്നു ചെറുപ്പത്തിൽ. നല്ല പക്ഷേ ഈ സ്പോർട്സ്മാൻ ആയ ഒരാൾ പിന്നീട് ഇങ്ങനെ നടക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? കറക്റ്റാണ് പറഞ്ഞത്. ഈ ഏതൊരു കായിക താരത്തിനും കുറെ കാലം ഇങ്ങനെ ഒന്നും ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ ഒരു 1 ഡേ മാച്ച് നന്നായിട്ട് പെർഫോം ചെയ്യും. ശബരിമല നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞ് ഒരു 2 ദിവസമേലും കയറി ഇറങ്ങിയില്ലെങ്കിൽ അത് പിന്നെ ശരീരത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണോ? അത് കറക്റ്റാ, അത് തന്നെ എൻ്റെ കാര്യം. അതായത് അന്ന് മല കയറിയതിന്റെ ആഘാതം തീർക്കണമെങ്കിൽ ഫ്ലൂയിഡ് ലൂസ് ആവും നമ്മുടെ ജോയിന്റ്സിലെ. അത് പിന്നെ നമ്മൾ നടന്നില്ലെങ്കിൽ അത് കട്ട പിടിക്കുമ്പോഴാണ് പെയിൻ കൂടുക. പിന്നീടുള്ള 2-3 ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് രാധാകൃഷ്ണൻ മിനിസ്റ്റർ ചെയ്തത്. മലയാറ്റൂർ യാത്രയുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ് റോഷിത് കൃത്യമായിട്ട് പറഞ്ഞത്. ആണല്ലേ? മലയാറ്റൂർ യാത്രയുടെ അനുഭവം ഉള്ളതുകൊണ്ട്. അല്ല, മലയാറ്റൂർ യാത്രയിൽ ഞാൻ ഈ സ്പോർട്സ് രംഗത്താണെങ്കിലും ഞാൻ വോളിബോൾ പ്ലെയർ ആയിരുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട്. ഞാൻ വഴിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ മലയാറ്റൂർക്ക് പോയിട്ടല്ല. വഴി ഇദ്ദേഹം പോകുന്നത് MC റോഡ് വഴിയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അത് മലയാറ്റൂർ പോയിട്ടല്ല, MC റോഡ് വഴിയാണ് റോഷിയുടെ യാത്ര. റോഷി ഒരു ടീമുണ്ട്, അതെല്ലാ വർഷവും ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ വഴി കൂടെ യാത്ര.